ആ സീനിയർ ജയന്റ് ആണെങ്കിൽ സ്ക്വാഡ് അങ്ങനെ അവൾക്ക് നേരെ വീശുകയാണ്. അതിന് ബിഗ് മോം ആണെങ്കിൽ ഫുൾ കലിപ്പില് ടെററായിട്ട് ആളെ നോക്കി ലുക്ക് വിടുകയാണ്. ആ സ്ക്വാഡ് അവളുടെ ക്ലോസ് തന്നെ താമസം. അവൾ കൈ ചുരുട്ടി ആ സ്ക്വാഡിനിട്ട് ഒറ്റ പഞ്ച്. ആ ഒരു പഞ്ചില് സ്ക്വാഡ് അങ്ങനെ രണ്ടായിട്ട് ഒടിഞ്ഞു വീഴും. ഈ ഒരു കാഴ്ച കണ്ട കാർമലും എൽബോ വാരിയേഴ്സും അവിടെയുള്ള കുട്ടികളും അവരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവുകയാണ്. ബിഗ് മോമിനാണെങ്കിൽ അപ്പോഴും അവളുടെ കലി അടങ്ങില്ല. ആളുടെ താടിയിൽ പിടിച്ച് അങ്ങനെ തൂക്കിയെടുത്ത് നേലത്തൊരൊറ്റ അടി. ആ ഒരു അടിയില് ആ സീനിയർ ജയന്റിന്റെ കാറ്റ് പോവും. പിന്നെ ആൾക്ക് അനക്കം ഉണ്ടാവില്ല. അവളങ്ങനെ സ്ലോ മോഷനിൽ വരുന്നത് കണ്ട് ബാക്കിയുള്ളവരെല്ലാം ദൂരേക്ക് മാറി നിൽക്കുകയാണ്. അവളാണെങ്കിൽ വീണ്ടും ചോക്ലേറ്റ്സിന് വേണ്ടി ദേഷ്യപ്പെടാനും നിലവിളിക്കാനും ഒച്ച വെക്കാനൊക്കെ തുടങ്ങും. കാർമലിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു ബിഗ് മോമിനെ അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും ചെറിയ പ്രായത്തില് ഇവൾക്ക് ഇത്രയും പവറോ? കാർമലിന് അത് വിശ്വസിക്കാനാവില്ല. പക്ഷെ എങ്കിലും ഞാൻ അവളുടെയും കൂടെ അമ്മയാണ്, അവളുടെ വിഷമം അത് ഞാൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് കാർമൽ അവളുടെ അടുത്തേക്ക് പോകും. കാർമൽ അവിടേക്ക് പോകുന്നത് കണ്ട് ബാക്കിയുള്ളവരെല്ലാവരും കാർമലിനെ തടയാണ്. അതിന് കാർമൽ പറയും, നിങ്ങൾ കരുതും പോലെയല്ല ബിഗ് മോം, അവൾ പാവമാണ്. അവളോട് അല്പം കൂടെ സമാധാനത്തിലും സ്നേഹത്തിലും നിങ്ങൾ ഇടപെടണം. സ്നേഹത്തിൽ അവളോട് സംസാരിച്ച് അവളെ കൺവിൻസ് ചെയ്താൽ മാത്രമേ നമ്മളെ കൊണ്ട് അവളെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയൂന്ന് പറഞ്ഞ് കാർമൽ മുൻപോട്ടേക്ക് തന്നെ പോകും. കാർമൽ ചുറ്റും നോക്കും. ബിഗ് മോം അവിടെയുള്ള വീടുകൾക്കെല്ലാം തന്നെ തീ കൊളുത്തിയിരിക്കുകയാണ്. തീ അങ്ങനെ വമ്പ ഫോഴ്സിൽ ഓരോ വീടുകളായിട്ട് കാർന്ന് തിന്നും. ഉടനെ കാർമല് അവളുടെ അസിസ്റ്റന്റിനോട് ഫെസ്റ്റിവലിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കുറച്ച് ചോക്ലേറ്റ്സ് അവിടേക്ക് കൊണ്ടുവരാനായിട്ട് പറയും. അതനുസരിച്ച് അവൾ ചോക്ലേറ്റ്സ് കൊണ്ടുവരും. കാർമല് രണ്ട് കൈ നീട്ടി ആ ഫയറിന് ഒരു പുതിയ ജീവൻ കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ജീവൻ കൊടുത്ത ഫയറിനോട് ഇത്രയും വേഗം ആ ഫുൾ ഫയർ അതവിടെ അണയ്ക്കാനായിട്ട് പറയും. അതനുസരിച്ച് ആ ഫുൾ ഫയറും അവിടെ അണഞ്ഞു പോവാണ്. കാർമൽ അവിടേക്ക് കൊണ്ടുവന്ന ആ ചോക്ലേറ്റ്സ് എല്ലാം തന്നെ ബിഗ് മോമിന് കൊടുക്കുകയാണ്. അവൾ ഹായ് ആയിട്ട് അത് കഴിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ കാർമൽ ആണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിന്റെ കൂടെയുള്ള ആ സൺ പവറിനെ അവിടെ വെച്ചാണ് ക്രിയേറ്റ് ചെയ്തത്. ബിഗ് മോം ആണെങ്കിൽ വയറു നിറയെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ച് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങും. അതേസമയം ബിഗ് മോം മലത്തെ അടിച്ച ആ സീനിയർ ജയന്റ് ആള് പതിയെ എഴുന്നേൽക്കുകയാണ്. ആള് പറയും അവളൊരു കുഞ്ഞായിട്ടൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അവളെ എത്രയും വേഗം കൊല്ലണം, അല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. അത് കേട്ട് ആ സെക്കൻഡ് സീനിയർ ആള് ഒരു സ്ക്വാഡ് എടുത്ത് അവളെ വെട്ടിക്കൊല്ലാൻ മോമിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അത് കണ്ട കാർമല് അവിടെ വെച്ച് ആളെ തടയാണ്. ആ സീനിയർ ജയന്റ് ആണെങ്കിൽ കാർമലിനോട് മാറി നിൽക്കാൻ പറയും. ഇനിയും ഇവളെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. ഇവൾ ഇനി ഇവിടെ ജീവിച്ചിരുന്ന നമ്മുടെ ഐലാൻഡ് ബാക്കി ഉണ്ടാവില്ല. അതൊരു കാർമല് പറയും, ദയവ് ചെയ്ത് എന്റെ വാക്കുകൾ കേൾക്കണം. അവളുടെ അറിവില്ലായ്മയാണ് അവളെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ കൂടെ അവളെ കൈവിട്ട് കളഞ്ഞ പിന്നീട് അവൾക്ക് ആരും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തില് ഇവളുമായിട്ട് ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാം എന്നവൾ തീർത്തു പറയും. ഇത് കേട്ട് നമ്മുടെ കുഞ്ഞൻ ഹൈറുദ്ദീന് അവനാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല. അവനാണെങ്കിൽ കാർമലിനോട് അവളെ കൊല്ലാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം കാർമല് അവർക്കെല്ലാം ഒരുപാട് പ്രിയപ്പെട്ടവരാണ്. അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ ഒരേ ഒരു അമ്മ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ബിഗ് മോം അവള് തൂക്കി അടിച്ച ആ ഒരു അപ്പാപ്പൻ ആള് മരണപ്പെട്ടു. ആളുടെ ഫ്യൂണറൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇപ്പൊ കാർമല് ബിഗ് മോമുമായിട്ട് ഐലാൻഡിൽ നിന്ന് പോവാണ്. പക്ഷെ കാർമല് കൂടെ നിർത്തിയിരുന്ന ആ കുഞ്ഞുങ്ങള് അവര് കാർമലിനെ വിട്ടുപോകാൻ തയ്യാറാവാതെ അവരും കാർമലിനോടൊപ്പം വരും. അങ്ങനെ കാർമലും ബിഗ് മോമും ആ കുഞ്ഞുങ്ങളും അങ്ങനെ എല്ലാവരും മറ്റൊരു ഐലാൻഡിൽ വന്ന് പുതിയൊരു താമസ സ്ഥലം അങ്ങനെ കെട്ടിപ്പടുക്കുകയാണ്. അതിനവരെ സഹായിക്കുന്നത് ആ ജയൻസ് ആണ്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോകും. കാർമലും ബിഗ് മോമും ബാക്കിയുള്ള കുട്ടികളും എല്ലാവരും ഹാപ്പി ആയിട്ട് ആ പുതിയ സ്ഥലത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. കാർമലാണെങ്കിൽ ഒരു ദിവസം റോസറീസ് ഒക്കെ മേടിക്കാന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പുറത്തേക്ക് പോവാണ്. അവള് സ്ട്രെയിറ്റ് ആയിട്ട് നേവിയുടെ 07 ബേസിലേക്ക് വരും. അതിനുശേഷം അവളുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് അത് ഓരോരുത്തരുടേതായിട്ട് ആ നേവിക്കാർക്ക് കാണിച്ചു കൊടുത്ത് അവള് ഡീല് സംസാരിക്കാൻ തുടങ്ങും. അത്രയും നാൾ കണ്ടതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ട് ടെററായിട്ട് അവളങ്ങനെ വില്ലത്തിയെ പോലെ ചിരിക്കുന്നതോട് കൂടെ അവളൊരു റിയൽ വില്ലത്തിയായി മാറി അങ്ങനെ ചിരിക്കും. കാർമലാണെങ്കിൽ ബിഗ് മോമിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇവള് മറ്റുള്ള കുട്ടികളെ പോലെയല്ല. അവിടെയുള്ള എൽബോഫിലുള്ള വലിയ സ്ട്രോങ് ആയിട്ടുള്ള ജയൻസിനെ പോലും സിമ്പിളായിട്ട് അവള് തറയിൽ ആഞ്ഞടിച്ചു കൊന്നു. എൽബോഫ് ഐലാൻഡിന്റെ പകുതി ഭാഗം തന്നെ അവൾ തീ വെച്ച് നശിപ്പിച്ചു. സോ ഇവൾക്ക് എനിക്ക് നല്ല എമൗണ്ട് നിങ്ങൾ തരണമെന്ന് പറയും. ശരിക്കും ഈ കാർമല് അവളൊരു വില്ലത്തിയാണ്. ഇതുപോലെ ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവരെ വളർത്തി സ്നേഹം കൊടുത്ത് അവസാനം വലിയ ക്യാഷൊക്കെ പ്രതിഫലം വാങ്ങി അവരെ വിൽക്കും. അതാണ് ഇവളുടെ സ്ഥിരം തൊഴിൽ. ഇതുവരെ ആരും അത് മനസ്സിലാക്കിയിട്ടില്ല. അവൾ കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് നേവിക്ക് തന്നെയാണ്. ഒന്നുകിൽ മറൈനാക്കി ആ കുഞ്ഞുങ്ങളെ മാറ്റും,
അല്ലെങ്കിൽ ഫൈഫർ ഫോളിലെ ഒരു മെമ്പറാക്കി മാറ്റും. ഇതാണ് അവൾ സ്ഥിരമായിട്ട് ചെയ്തു വരിക. അതിനിഷ്ടം പോലെ ക്യാഷും അവൾ അവരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റും. സത്യത്തില് ഇവൾ ഗവൺമെന്റിന് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ പണം ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോ പൈററ്റ്സ് ഓഫർ ചെയ്യുകയാണെങ്കിൽ അവള് കുഞ്ഞുങ്ങളെ അവർക്ക് കൊടുക്കും. അതുകൊണ്ടാണ് ഗവൺമെന്റ് മാക്സിമം നല്ല പണം കൊടുത്ത് കുഞ്ഞുങ്ങളെയെല്ലാം ഗവൺമെന്റിന്റെ പക്കലേക്ക് വാങ്ങിക്കുന്നത്. മാത്രമല്ല 50 വർഷം 50 വർഷമായിട്ട് അവൾ കുഞ്ഞുങ്ങളെ കടത്തി വിറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ ആർക്കും അവളുടെ ഈ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനായിട്ടില്ല. അവൾക്ക് ഇത്രയും വർഷത്തിനിടയിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ചൈൽഡാണ് സാക്ഷാൽ ബിഗ് മോം. അതുകൊണ്ട് തന്നെ ബിഗ് മോമിന്റെ പേര് പറഞ്ഞ് അത് അവരോട് ചോദിക്കുകയാണ്. മാത്രമല്ല മുൻപ് നേവിക്കാർ അറസ്റ്റ് ചെയ്തിരുന്ന ആ 4 ജയൻസിനെ അവറ്റകളെ മരണശിക്ഷയിൽ നിന്ന് രക്ഷിച്ച് അവൾ ഒരുപാട് പ്രതിഫലം വാങ്ങി അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നേവിക്ക് തന്നെ അവരെ വിറ്റു. അതിനുശേഷം ഇപ്പൊ അവള് ആ ജയൻസിന്റെ സഹായത്താൽ സ്വന്തമായിട്ടൊരു ഓർഫനേജും ഒരു സ്ഥലവും ഒക്കെ കെട്ടിപ്പടുത്ത് അവിടെ വെച്ചാണ് ഇപ്പൊ അവളുടെ മനുഷ്യക്കടത്ത് ബിസിനസ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവളാണെങ്കിൽ ആ നേവിക്കാരോട് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യും. അവളാണെങ്കിൽ തീർത്തു പറയും, ഒരുപാട് വർഷക്കാലമായി ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു, എനിക്ക് കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഡീലിലെങ്കിലും ഞാൻ ചോദിക്കുന്ന മുഴുവൻ തുകയും നിങ്ങൾ പേ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ കുഞ്ഞുങ്ങളെ വിട്ടു നൽകൂ. അല്ലെങ്കിൽ ഇതിലും പണം വാങ്ങി കുട്ടികളെല്ലാം ഞാൻ പൈററ്റ്സിന് വിട്ടുകൊടുക്കും. ഇതെന്റെ അവസാനത്തെ ഡീലാണ്. ഈ പണം ഉപയോഗിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ബിസിനസ് ഒക്കെ നിർത്തി ഒന്ന് സെറ്റിലായി ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് പറയും. വേറെ നിവൃത്തിയില്ലാതെ നേവിക്കാര് അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഹാപ്പിയായി കാർമലാണെങ്കിൽ തിരികെ അവളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വരും. കാർമലിനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കാർമൽ കൊടുക്കുകയാണ്. അതിനുശേഷം പാട്ട് പാടിക്കൊടുത്തും കഥ പറഞ്ഞും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാൻ കൊടുത്തും അവരെ അങ്ങനെ മുൻപോട്ടേക്ക് ചതിച്ച് അവൾ കൊണ്ടുപോവുകയാണ്. കട്ട് ചെയ്ത നൈറ്റ് കുഞ്ഞുങ്ങളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കാർമൽ അവൾക്ക് കിട്ടിയ പണം ഇത്രയും കാലവും സമ്പാദിച്ച തുകകള് അതെല്ലാം തന്നെ അവളുടെ ബാഗിൽ അങ്ങനെ അട്ടയായി ചേർത്ത് വെക്കും. ഇന്ന് ഇത് അവളുടെ അവസാനത്തെ ഡീലാണ്. നാളെ ഒരു അടിപൊളി ടീ പാർട്ടി ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് ശേഷം അവിടുന്ന് കടന്നു പോകണം എന്നാണ് അവളുടെ തീരുമാനം. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ബിഗ് മോമിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് എല്ലാം അവൾക്ക് കൊടുത്ത് അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും അവളെ വിഷ് ചെയ്യും. മാത്രമല്ല അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു ടീ പാർട്ടി അത് നടത്തുകയാണ്. അവസാനമായിട്ട് അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുകയാണ്. ബിഗ് മോമിന്റെ ഫ്രണ്ട്സ് അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഒന്നൊന്നായിട്ട് അവൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അവർക്കാണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിനെ യാതൊരു പേടിയുമില്ല. അവരെല്ലാവരും ഇപ്പൊ തിക് ഫ്രണ്ട്സ് ആയിരിക്കുകയാണ്. ബിഗ് മോമിനും അവരോട് ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നും. സോ അവർ സ്നേഹത്തോടെ തരുന്ന ഫുഡൊക്കെ അവൾ വയറും വായും മുട്ട കഴിക്കും. അവൾ കണ്ണൊക്കെ അടച്ച് ഫുഡ് ആസ്വദിച്ച് കഴിക്കും. അല്പസമയം കഴിഞ്ഞ് അവൾ കണ്ണ് തുറന്നു നോക്കും. ഇത്രയും നേരം അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ അമ്മ കാർമലിനെയും ഫ്രണ്ട്സിനെയും ഒന്നും കാണാനില്ല. അവൾ ടെൻഷനായി ആ കാടും നാടും മുഴുവൻ കയറി ഇറങ്ങി അന്വേഷിക്കും. അവിടെ ആരെയും ഇപ്പൊ കാണാനില്ല. ഒരു ടീ പാർട്ടി നടത്തിയ ആ ഒരു ടേബിളൊക്കെ തകർന്ന് കിടക്കുകയാണ്. അങ്ങനെ കാർമലിനെ കാണാതെ അവൾ പൊട്ടിക്കരയും. കാർമൽ സത്യത്തിൽ എവിടേക്കാണ് പോയിരിക്കാന്ന് കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ നിലവിളിച്ച് പൊട്ടിക്കരയും. അവളുടെ പവർ പുറത്തേക്ക് വരേണ്ട താമസം ആ പവറിൽ പെട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഫ്രീസായിട്ട് നിൽക്കും. ചുറ്റുമുള്ളവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരെങ്ങനെ പേടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.